Arise, 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 arise. We believe that you are in the special purpose of God. One thing we ask of you, one thing that we... Special plan of God. His thoughts about you is bigger than what anyone has ever thought. And He has great things in store in your life. Arise, arise, arise. We believe the best in your life is still to come. Great things are in store in your life. What you are seeing now is just a beginning. Tomorrow in your life will be the greatest moment as you surrender willingly into the hands of God who has started the good work. We believe God loves you and He has given His only Son, Jesus Christ, for you. Trust in that God. Live for that God. Humble yourself in front of that God and He will exalt you in His time. യജമാനനുള്ള ആഹാരത്തിൽ വിടുതലുണ്ടെങ്കിൽ ഈ സ്ത്രീക്കറിയാം താഴെ വീണ ആഹാരത്തിലും വിടുതലിന്റെ അംശമുണ്ട്. Greetings to you in the precious name of the Lord and Savior Jesus Christ. I'm so happy you are here today to watch this episode. രാത്രി കടന്നു വന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും നസനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. നമുക്കൊന്നിച്ച് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തരുന്നൊരു രാത്രിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ബ്ലസ് ഗോഡ് ആൻഡ് ലെറ്റ് ഹിം ബ്ലസ് യു. ദൈവത്തെ ഒന്ന് ആരാധിക്കുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? വാട്ട് ഡസ് ഗോഡ് ഡു ആൻഡ് ഹൗ we can get our life transformed? How to make God indebted because of your praises? താങ്കളുടെ സ്തുതികളിൽ എങ്ങനെയാണ് ദൈവത്തെ കടക്കാരനായി മാറ്റാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. I welcome you to be there for next few minutes and I promise God is going to do something more than you have ever thought. അവിടെ തന്നെ നിന്നിരിക്കണം. ഈ വചനം കഴിയുന്നവരെയും വേറെ എങ്ങും പോകല്ല. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ആ വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അധ്യായത്തിൽ ഒരു സ്ത്രീയെ പറ്റിയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് കടന്നു വന്ന ഒരു കനാനൈറ്റ് വുമൻ. ഈ സ്ത്രീയുടെ പ്രത്യേകത, ആ സ്ത്രീക്കുള്ള ഒരു മകൾ ഭവനത്തിൽ പിശാച് ബാധിച്ച ഒരു കുട്ടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അമ്മ യേശുവിനെ കാണാനും കടന്നു വരുന്നത്. തിരുവചനത്തിൽ ഈ സ്ത്രീയെപ്പറ്റി എഴുതിയിരിക്കുമ്പോൾ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷീ വാസ് എ ജെൻറ്റൈൽ വുമൻ, അല്ലെങ്കിൽ കനാനയ സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ആ സ്ത്രീയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു ഫേവറബിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല. ദൈവരാജ്യത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സകല വ്യക്തികൾക്കും ഈ ലോകം ആദ്യമേ എവിടെല്ലാം അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുമോ അതാണ് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന് താല്പര്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പാസ്റ്റാണ് പെട്ടെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കടന്നു വരുന്നത്. എങ്ങനെയെങ്കിലും എവിടൊക്കെ നെഗറ്റീവ് പോയിന്റ് കടന്നു പറയാൻ പറ്റുമോ, എന്തെല്ലാം നെഗറ്റീവ് പോയിന്റുകൾ ആ വ്യക്തിയെ പറ്റി പറയാൻ പറ്റുമോ, അതാണ് ജനങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. വാട്ട് എവർ ബി യുവർ പാസ്റ്റ്, എങ്ങനത്തെ എല്ലാം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്ന വ്യക്തിയാണെങ്കിലും, മൈ ഗോഡ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് വാട്ട് യുവർ പാസ്റ്റ് ഇസ്. നിങ്ങളുടെ പൂർവകാല വിഷയങ്ങളിലല്ല എൻ്റെ ദൈവം നിങ്ങളെ കണ്ടത്. ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ യുവർ പാസ്റ്റ്. എൻ്റെ ദൈവം താങ്കളെ കാണുമ്പോൾ ഹി ലുക്സ് ആസ് എ പേഴ്സൺ whom he is going to change. ഇനിയും മാറ്റുവാനുള്ളൊരു വ്യക്തി, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്വത്തിലേക്ക്, ഡിവിനിറ്റിയിലേക്ക് കൊണ്ട് ചെല്ലുവാനുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവം താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ചെയ്ത പാപങ്ങളോ നമുക്ക് കടന്നു വന്ന വിഷയങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. Because God the Father sees me through the eyes of Jesus Christ. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത്, ക്രൂശിൽ ചെയ്തതിനെ അടിസ്ഥാനത്തിലാണ് പിതാവിനെ കാണുന്നതും പിതാവിനെ ശ്രദ്ധിക്കുന്നതും. For him, I am a person whom he wants to change. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ താങ്കളുടെ കഴിഞ്ഞകാല അവസ്ഥകളിൽ നിന്ന് ഒന്ന് കടന്നു വരുവാൻ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ തിരുനാമത്തിൽ. കർത്താവായ യേശു താങ്കളുടെ ജീവിതത്തെ ഒന്ന് പുതുതായിട്ട് പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കനാനിയ സ്ത്രീ അന്നത്തെ കാലത്ത് ലിറ്ററലി ഹാഡ് നോ വേ ദാറ്റ് ഷീ കുഡ് കം ടു ജീസസ്. ഒരു പരിചയമില്ലാത്ത ഒരു സൊസൈറ്റി, ഒരു പരിചയമില്ലാത്ത ഒരു സമൂഹം. കാരണം യേശുവും ശിഷ്യന്മാരുടെ അടുത്ത് വലിയ ക്ലോസ് ഫെലോഷിപ്പ് ഉള്ള ഒരു കൂട്ടമല്ല ഈ കനാനിയ സ്ത്രീ. എന്നാൽ ഈ സ്ത്രീ കേട്ടിരുന്നു യേശുവെ പറ്റി. അതുകൊണ്ടാണ് തൻ്റെ മകൾക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ സുഖമില്ല എന്നുള്ള ഫാക്ടറിനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്നത്. യേശുവിൻ്റെ അടുത്ത് കടന്നു വരുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഇടത്ത് സാധാരണ സ്ത്രീക്ക് കടന്നു ചെല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഇഫ് ദിസ് ലേഡി ഹാഡ് ടു കം, ഈ സ്ത്രീ കടന്നു വന്നത് because her daughter was sick. ഒരു അമ്മയ്ക്കറിയാം തൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുടെ വേദന. A mother can bear anything. ഒരു അമ്മ ജീവിതത്തിൽ ഏത് അവസ്ഥയും സഹിക്കും, ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യും. എന്നാൽ താൻ വേദനയോട് പ്രസവിച്ച ഒരു കുഞ്ഞ് വേദനയോട് അയക്കുമ്പോൾ, സുഖമില്ല എന്ന് കരുതുമ്പോൾ, it's very difficult for a mother to bear that pain. A mother knows the pain of a child who is crying. Torment ആയിക്കൊണ്ടിരിക്കുന്ന, ബാധിക്കപ്പെടുന്ന ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് വേദനയോടായിരിക്കുന്ന ഈ അമ്മയാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്മ യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്നു, യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ മാതാവേ, താങ്കളുടെ വീട്ടിലും ഇങ്ങനത്തെ വല്ല അവസ്ഥകളുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരാമോ വിഷയങ്ങളെ? അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരാമോ? കർത്താവ് തങ്ങളുടെ വിഷയങ്ങളെ അറിയുന്ന ദൈവമാണ്. There will be changes in that child. ആ കുഞ്ഞിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ കുഞ്ഞ് ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ she is in a different country. ഒരു വേറൊരു സ്ഥലത്താണ് മാതാവ് യേശുവിനെയും ശിഷ്യന്മാരെയും തേടി വന്നിരിക്കുകയാണ്. ഈ യേശുവിനെയും ശിഷ്യന്മാരെയും തേടി വന്നിരിക്കുന്ന മാതാവ് ശബ്ദത്തെ ഉയർത്തി യേശുവിനോട് സംസാരിക്കുമ്പോൾ ആദ്യത്തെ റിയാക്ഷനും ഫേവറബിൾ അല്ലായിരുന്നു. അനുകൂലമായിരിക്കുന്ന ഒരു ഉത്തരമല്ല ആദ്യമേ ഈ മാതാവിന് കിട്ടിയത്. എന്നാലും ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും മാതാവിൻ്റെ ഫോക്കസ് മാറുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ വിളിച്ചു പറയുന്നു, ഗുരു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ ഒന്ന് പറഞ്ഞു വിടൂ, അവൾ ഞങ്ങളുടെ കൂടെ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നു.
ആ സ്ത്രീ, ആ മാതാവ് ശിഷ്യന്മാരുടെ പുറയിലല്ല വന്നേ. ആ മാതാവ് യേശുവിൻ്റെ പുറയിലാണ് വന്നത്. പക്ഷേ എങ്കിൽ ആ ശിഷ്യന്മാരുടെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ പുറകെ വന്ന്, ഞങ്ങളുടെ പുറകെ വന്ന് അവള് നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്നാണ് യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞത്. എന്നാലും ആ സ്ത്രീ വിട്ടുമാറാൻ തീരുമാനിച്ചില്ല. ഷീ കെയിം വിത്ത് എ ഡെഫിനറ്റ് ബർഡൻ. ഒരു പ്രത്യേക ആവശ്യവുമായിട്ടാണ് ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്നത്. യേശുവിൻ്റെ അടുത്ത് കടന്നു വരുന്ന ആ സ്ത്രീ മറ്റെല്ലാം അനുകൂലമല്ലാത്തൊരു സാഹചര്യം വന്നിട്ടും ഷീ വാസ് ഡിറ്റർമൈൻഡ് ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് ദ ബ്ലെസ്സിങ്. അന്ന് അവൾ വന്ന കാര്യം എന്താണോ അതും കൊണ്ടേ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തോട് തന്നെയാണ് ആ മാതാവ് അവിടെ കടന്നു വന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദ ബൈബിൾ സേസ് ഷീ കെപ്റ്റ് ഓൺ പെർസിസ്റ്റിംഗ്. അനുകൂലമല്ലാത്ത റെസ്പോൺസുകൾ കടന്നു വന്നപ്പോഴും ഈ സ്ത്രീ അവിടെ നിന്ന് തള്ളി 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 എങ്ങനെയും അവളുടെ ആവശ്യം സാധിക്കണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹത്തിലാണ് കടന്നു വന്നേ. എത്രയോ നാളായി തങ്ങളുടെ വിഷയങ്ങളുമായിട്ട് താങ്കൾ പ്രയാസപ്പെടുന്നു. വിട്ടുപോയിട്ടില്ലേ? ചില സമയത്ത് വിട്ടുമാറാമെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇതാണ് എൻ്റെ തലവിധി എന്ന് വിചാരിച്ചിട്ടില്ലേ? ഇങ്ങനെ ആയിരിക്കും ദൈവം എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് വിചാരിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടോ, ദൈവം അനുഗ്രഹിച്ചവർ തോറ്റു പോകുന്നവരല്ല. ദൈവം അനുഗ്രഹിച്ചവർ വിട്ടുമാറുന്നവരല്ല. ദൈവം അനുഗ്രഹിച്ചവർ മതി എന്ന് ചിന്തിച്ച് ഓടിപ്പോകുന്നവരല്ല. ഗോഡ് ഹാസ് നോട്ട് ബ്ലെസ്ഡ് ദോസ് ഹു ഹാവ് ലെഫ്റ്റ് ഹാഫ് വേ. ഞാനിപ്പം കടന്നു വന്നത് ഒരു പ്രത്യേക അറിയിപ്പിന് വേണ്ടിയാണ്. ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വേറെവർ യു ആർ, ലോകത്തിലെ ഏത് രാജ്യത്തിലോ ഏതെടുത്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരോ അവരുടെ അഡ്രസ്സോ വിലാസമോ അവരുടെ വയസ്സ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങളെ അറിയിക്കാമെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന ടീം അവർക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിനു വേണ്ടി, അവരുടെ പഠിത്തം, അവരുടെ ജോലി, അവരയക്കുന്ന കാര്യങ്ങൾ, സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ഇന്നും ഞങ്ങളത് പ്രാർത്ഥിച്ചോളാം. സോ പ്ലീസ് സെൻഡ് their photo, their names, date of birth on the email ID that you see below. ഈ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ ഒന്നിച്ച് അവരെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ തലമുറ ശത്രുവിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ തലമുറ യേശുവിന് വേണ്ടിയുള്ളതാണ്. ആമേൻ. യു ബിലീവ് ദാറ്റ്? അങ്ങനെങ്കിൽ കം, ലെറ്റ് us make sure that our children live for Jesus. Now, watch this episode. പകുതി വഴിയിൽ വിട്ടു മാറുന്നവരല്ല അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവർ. അന്ത്യം വരെയും നിന്ന് എൻ്റെ സമയം വരുന്നു, എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറും, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എന്നെപ്പറ്റി നടക്കും എന്നുള്ളൊരു ഉറപ്പോട് ആ ദൈവസന്നിധിയിൽ നിൽക്കുന്നവളാണ് എപ്പോഴും അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളത്. താങ്കളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ വന്നപ്പോൾ വിട്ടുമാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ബി ദേർ, അവിടെ നിൽക്കൂ. താങ്കളുടെ സമയം വരുന്നുണ്ട്. യുവർ ടൈം ഈസ് കമ്മിങ്. താങ്കൾക്കുള്ള വിടുതൽ കർത്താവ് കണ്ടിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മതി എന്ന് വിചാരിച്ച് നീ ആയിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ ശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. Don't quit. അവിടെ നിൽക്കൂ. Be there. And God is going to change the situations for you. What do we see about this lady? ഈ സ്ത്രീയെ പറ്റി എന്താണ് നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നത്? അവള് അവിടെ തന്നെ പിടിച്ചു നിന്ന യേശുവിൻ്റെ ഒരു റെസ്പോൺസ് അവൾ നേടിയെടുക്കുക. യേശു പ്രതികരിക്കുന്നു. യേശു പ്രതികരിച്ചത് ഇങ്ങനെയാണ്. യജമാനൻ വന്നത് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ എന്ന തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കർത്താവ് വന്നു, മെസ്സായ കടന്നു വന്നു എന്ന് ആണ് പ്രതികരണം. പ്രൈസ് ദി ലോർഡ്. ആ പ്രതികരണം വന്നപ്പോഴും സ്ത്രീ ഡിസപ്പോയിൻറ്റഡ് ആകുന്നില്ല. അവിടെ തന്നെ കാത്തിരിക്കുന്നു, അവിടെ തന്നെ നിൽക്കുന്നു.
അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ് യേശു പെട്ടെന്ന് പറയുന്നത്, നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാനുള്ളതല്ല യജമാനന്റെ നല്ല ആഹാരങ്ങൾ. ബി ഫോക്കസ്ഡ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ വിഷയം അതിൽ തന്നെ പ്രാപിക്കണം എന്നുള്ളൊരു ഉറപ്പോടെ നിൽക്കുക. കർത്താവ് തക്ക സമയത്ത് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ ശക്തനായ ദൈവമാണ്. He will change. He will change. Maybe this is a problem that you have been suffering for many years. അങ്ങനെയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, God can change any of these situations. കർത്താവ് ഏതവസ്ഥയെയും മാറ്റുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവ്. ഈ ഒരു റെസ്പോൺസ് കാണുമ്പോഴും ഈ സ്ത്രീ പറയുന്ന ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. യേശുവിനെ കണ്ട് അവൾ ആരാധിക്കുവാൻ തുടങ്ങി. She literally started worshiping God. യേശുവിൻ്റെ ഈ റെസ്പോൺസ് കണ്ടിട്ടും she has not become discouraged. She did not quit. വിട്ടുമാറുന്നില്ല, പോകുന്നില്ല. എന്നാൽ അവിടെയും യേശു ആരാണെന്നുള്ള വെളിപ്പാടാണ് അവൾ പ്രാപിക്കുന്നത്. One, she came with a revelation. യേശുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ മകളിനൊരു വിടുതലുണ്ട് എന്നുള്ള ഒരു വെളിപ്പാടോട് കടന്നു വരുന്നു. അടുത്തത്, യേശുവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, യേശുവിനോട് കൂടെ അല്പനേരം ചെലവ് ചെയ്യുമ്പോൾ യേശു ആരാണെന്നുള്ള വെളിപ്പാട് അവൾ വീണ്ടും പ്രാപിക്കുക. സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. യേശുവിനോട് കൂടെ അല്പനേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. അവൻ്റെ മാധുര്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും, എൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. യേശുവിനെ കൊണ്ട് എന്താണ് സാധിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ യേശുവിനോട് കൂടെ ഒന്ന് നിന്ന് നോക്കൂ. അങ്ങനെങ്കിൽ അനുഗ്രഹിക്കുവാൻ ശക്തനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ യേശു അവളുടെ ആരാധന കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം വരിക. അവൾ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഒരു നായ്ക്കുട്ടിക്ക് പോലും യജമാനന്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്ന ആഹാരം കഴിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നായ്ക്കുട്ടിക്ക് പോലും യജമാനന്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്ന ആഹാരം. അവൾ കടന്നു വന്നത്, ഷീസ് നോട്ട് സേയിങ് ദാറ്റ് ഐ വാണ്ട് ദ ബെസ്റ്റ്, ബട്ട് ഷീ നോസ് ആ മേശയിൽ നിന്ന് കടന്നു വന്ന് താഴെ വീഴുന്ന ആഹാരത്തിൻ്റെ ഒരു തുള്ളി ആഹാരം ഉണ്ടെങ്കിൽ മതി, എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരും. അതായിരുന്നു യേശുവിനെ പറ്റി അവൾ പ്രാപിച്ച ഒരു അനുഗ്രഹം, ഒരു വെളിപ്പാട്. അവിടെ നിന്ന് കടന്നു വരുന്ന ആ ക്രംസ്, ആ മിച്ചമായിരിക്കുന്ന ചിലത്, യജമാനൻ ഇട്ടുകൊടുക്കുന്ന ചിലത്, മേശയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്നത് ചിലതിൽ ഒന്ന് മതി, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കടന്നു മാറും. ഈ സ്ത്രീ പറഞ്ഞത്, എനിക്കൊന്നറിയാം, ഈ യജമാനന്റെ മേശയിൽ നിന്ന് വീണതത്രേ ഈ താഴെ വീണിരിക്കുന്ന ഈ നായ്ക്കുട്ടിക്ക് ചെന്ന ആഹാരം. ഈ യജമാനന്റെ മേശയിൽ കഴിക്കുന്ന ആഹാരം, അതിൻ്റെ ബ്രെഡിൽ മുട്ടയുടെ അംശമുണ്ടെങ്കിൽ താഴെ വീണ ആ ക്രംസിലും മുട്ടയുടെ അംശമുണ്ട്. അതിൽ പാലിൻ്റെ അംശമുണ്ടെങ്കിൽ ഈ സ്ത്രീക്കറിയാം, ഈ താഴെ വീണ അംശത്തിലും പാലിൻ്റെ അംശം കാണും തീർച്ചയായിട്ടും. ഈ ബ്രെഡിൽ ചേർന്നിരിക്കുന്നത് എന്തെല്ലാം ചേർന്നിട്ടുണ്ടോ അത് താഴെ വീണ ഈ അംശങ്ങളിലും അത് എല്ലാം ചേർന്നിരിക്കും. ഈ യജമാനന്റെ മേശയിലുള്ള യജമാനനുള്ള ആഹാരത്തിൽ വിടുതലുണ്ടെങ്കിൽ ഈ സ്ത്രീക്കറിയാം, താഴെ വീണ ആഹാരത്തിലും വിടുതലിന്റെ അംശമുണ്ട്. ഈ മേശയിൽ ഉള്ള ആഹാരത്തിൽ രോഗസൗഖ്യത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്ത്രീക്കറിയാം, ആ താഴെ വീണ ആഹാരത്തിലും രോഗസൗഖ്യത്തിന്റെ അംശങ്ങൾ കാണും. ഇതിന്റെ താഴെയിൽ അനുഗ്രഹത്തിന്റെ അംശങ്ങൾ കാണും. യജമാനന്റെ മേശയിൽ ഉള്ളത് സകലവും, അതിന്റെ സകല എല്ലാ ഇൻഗ്രീഡിയൻസും ഈ താഴെ വീണ ഈ തുണ്ടുകളിൽ കാണുമെന്നുള്ള ഉറപ്പ് ഈ സ്ത്രീയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ മേശയിൽ നിന്ന് വീണത് മതി, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ അത് മതി എന്നുള്ള ഉറപ്പ്. രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരനെ, സഹോദരിയെ, ബി ഫോക്കസ്ഡ്.
ഞാൻ കർത്താവിലേക്കൊന്ന് നോക്കിയാൽ മതി, എൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ ശക്തനാ. നോക്കണം, അവൾ ദൈവത്തെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് മുമ്പേ, ഒരു അനുകൂലമായിരിക്കുന്ന ആൻസർ വരുന്ന മുമ്പേ, ഒരു അനുകൂലമായിരിക്കുന്ന റെസ്പോൺസ് വരുന്ന മുമ്പേ അവൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവൾ അഡ്വാൻസ് ആയിട്ട് തന്നെ സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ വിചാരിക്കുകയാണ്, യേശു അവിടെ നിന്ന് ചിന്തിച്ചു കാണും, സ്തോത്രം, നിന്റെ സ്തുതികൾ എന്നെ ഒന്ന് കടക്കാരനായി മാറ്റി. ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നിന്റെ വായിൽ നിന്ന് ഞാൻ ആരാണെന്നുള്ള വെളിപ്പാട് നീ കണ്ടപ്പോൾ എനിക്ക് നിന്നെ നീ അനുഗ്രഹിക്കാതിരിക്കാൻ നിവർത്തിയില്ല. I am going to bless you. I am going to grant to you what you are praying for. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞാൻ കേട്ട് ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തെ വരുത്താൻ പോകുകയാ. അഡ്വാൻസ് ആയിട്ടുള്ള സ്തുതികൾ അവൻ്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങി. അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, ആരാധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ, ഒരു പക്ഷേ നിന്റെ അവസ്ഥകൾക്ക് മാറ്റമില്ലാത്തൊരവസ്ഥയാണെങ്കിലും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഒരു അഡ്വാൻസ് ഒന്ന് സ്തോത്രം ചെയ്ത് നോക്കിക്കേ. God is going to change my situations. എൻ്റെ അവസ്ഥകൾ ഒരു മാറും. ഇന്ന് വരെയും ഞാൻ നടന്ന രീതിയിലല്ല, എൻ്റെ കർത്താവിനെ മാറ്റാൻ ശക്തനാണ്. എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന വിഷയങ്ങൾ ഇത്രയും നാൾ ഞാൻ എടുത്ത വാസത്തിന് എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടു. എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റി. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മനസ്സലിഞ്ഞു. ശത്രുക്കൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി മേശ ഒരുക്കി എന്നുള്ളത് ഉറപ്പോടെ ദൈവത്തെ സ്തുതിച്ചു നോക്കിക്കാട്ട്. അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് ഞാനും നീയും കരുതുന്ന ആ വിഷയങ്ങൾ മേൽ കർത്താവ് നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാ. എൻ്റെ കർത്താവ് അഡ്വാൻസിന്റെ സ്തുതികളെ കേട്ടു. ഉടനെ അവളോട് പറഞ്ഞൊരു പ്രതികരണമുണ്ട്, നിന്നിലുള്ള വിശ്വാസം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. നിന്നിലുള്ള വിശ്വാസം, ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അവൾ പ്രാർത്ഥിച്ചത് ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. ശ്രദ്ധിക്കണം, ഒരു വാക്കുകൂടെ പറഞ്ഞോളട്ടെ. ആമേൻ, സ്തോത്രം. അവൾ യേശുവിനോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. മകൾ വേറൊരിടത്താ. അവൾ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റിടത്തുള്ള അവളുടെ മകളിന് വ്യത്യാസം വരാൻ തുടങ്ങി എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്നിടത്താൽ ആയിരിക്കില്ല നിന്റെ വിഷയം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇടത്തായിരിക്കത്തില്ല നീ ഭാരപ്പെടുന്ന നിന്റെ വ്യക്തി, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മകൻ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ഭാര്യ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവ്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ വിഷയങ്ങൾ മറ്റൊരിടത്താണെങ്കിലും യേശുവിന്റെ സന്നിധിയിൽ നീ ആരാധിച്ചു നോക്കിക്കേ, കർത്താവിനെ നീ സ്തുതിച്ചു നോക്കിക്കേ. തക്ക സമയത്ത് അവൻ നിന്റെ വിഷയങ്ങളെ എവിടാണെങ്കിലും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ, വ്യത്യാസം കൊണ്ടുവരുന്ന ദൈവമാ. തിരുവചനം പറയുന്നു, വചനം വായിച്ച് സൗഖ്യമാകുന്നു. രാത്രി ലൈറ്റുകളെക്കാട്ടിലും ഇലക്ട്രിസിറ്റിക്ക് അപ്പുറമായിട്ട് വേഗത്തിൽ കടന്നു ചെല്ലുന്ന ഈ വചനത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയോ, എൻ്റെ കർത്താവിന്റെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തുവാൻ ശക്തനെന്ന്. ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം സ്തുതികളുടെ മധ്യ വസിക്കുന്ന ദൈവമാണ്. യു ക്യാൻ സ്റ്റോപ്പ് ഗോഡ് ആൻഡ് റിസീവ് ഹിസ് അറ്റൻഷൻ when you start worshiping God, when you start praising God. മനഃപൂർവ്വമായി ദൈവത്തെ ഒന്ന് ആരാധിച്ച് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോഴും പ്രതികൂലയുടെ ഇടയ്ക്ക് ഒന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നിന്ന് അവൻ ആരാണെന്ന് വെളിപ്പാടിൽ താങ്കളുടെ വാക്കുകൾ വരുമ്പോൾ അത് നിന്ന് ശ്രദ്ധിച്ച് തങ്ങളുടെ വിഷയങ്ങളിൽ വ്യത്യാസം വരുത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. I believe today God was talking to you. രാത്രി ദൈവം താങ്കളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് തന്നെ ആയിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ ദൈവം മാറ്റി എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിനെ സ്തുതിച്ചാണ്. Just start praising God for a minute. I promise you will see mighty miracles now. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിനെ കൊണ്ട് അസാധ്യമായി ഇരിക്കുന്ന സകല രോഗാവസ്ഥകളും ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവേ നിന്നെ സ്തുതിക്കുന്ന ഈ പൈതൽ അവളുടെ വായിൽ നിന്ന് തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന നിമിത്തം ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് കടം മാറ്റിയിരിക്കാൻ നന്ദി പറയുകയാണ്. സൂയിസൈഡൽ സ്പിരിറ്റിനെ നാസനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ബൈൻഡ് ചെയ്യുകയാണ്. നിരാശകളുടെ അടിസ്ഥാനങ്ങളിലായിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ കർത്താവേ രാത്രി അവിടെ നിന്ന് ജനങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്വാൻസായിട്ട് സ്തുതിക്കുന്ന ഈ നിൻ്റെ മക്കളെ അവരുടെ ജീവിതം ഒരു വ്യത്യാസത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഉയർന്നു വരട്ടെ. നാസനായ യേശുവിൻ്റെ നാമത്തിൽ വിസ സിറ്റുവേഷൻസിൽ ഒരു ക്രമീകരണം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു. ഒരിക്കൽ പോലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ലല്ലോ. രാത്രി കർത്താവേ അങ്ങ് ചെയ്യുന്ന ആ വ്യത്യാസങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ചെയ്യുന്ന അത്ഭുത വിടുതലുകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വി ഗിവ് യു ഗ്ലോറി ആൻഡ് ഓണർ. പ്രത്യേകിച്ച് കർത്താവേ ഇന്നത്തെ ഈ എപ്പിസോഡിനെ സ്പോൺസർ ചെയ്ത പ്രിയ കുടുംബത്തെ ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവരും പ്രിയ സഹോദരനും സഹോദരിയുമായിരിക്കുന്ന ഇടങ്ങൾ, അവരുടെ ജോലി നാസനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ ആ 2 കുഞ്ഞുങ്ങളും നാസനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ അവർ അങ്ങയുടെ നാമത്തിൽ ചെയ്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. വി ഗിവ് യു ഗ്ലോറി ബിക്കോസ് യു ഹാവ് ഡൺ ദാറ്റ് ലോർഡ്. മനഃപൂർവ്വമായി ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. നിങ്ങൾ ഞങ്ങളോട് കൂടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ഞങ്ങളോട് ഈ കാണുന്ന മെയിൽ ഐഡിയിലോട്ട് അറിയിക്കുക. പ്രാർത്ഥന ആവശ്യമെങ്കിൽ കുവൈറ്റിലും നാട്ടിലും ഇന്ത്യയിലുമുള്ള ഈ നമ്പറുകളിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിക്കുവാൻ I want to welcome you to come to Revival Christian Church in Abbassia. നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. സത്യത്തിന് വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾ ദിനവും അവൻ്റെ മഹത്വം കാണുന്ന സാക്ഷികളാണ്. ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, യേശുവിനെ ഉയർത്തുക. യേശുവിനെ മാത്രം ഉയർത്തുവാൻ കമ്മിറ്റഡ് ആയിരിക്കുന്ന ഈ സഭയിലേക്ക് ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. God will bless you.